കേരളത്തിൽ എത്ര മനുഷ്യരുടെ വയറ്റിൽ കത്രികയുണ്ട്? സർക്കാർ ഒരു സർവേ നടത്തണം. ആരോഗ്യവകുപ്പ് ഒരു റിപ്പോർട്ട് തേടണം. മിഷൻ 2031 കത്രിക വിരുദ്ധ നയം നടപ്പിലാക്കണം. ഒരു മര്യാദ വേണ്ടേ? ആദ്യ സർക്കാരിന്റെ കാലത്ത് ഹർഷിന, രണ്ടാം സർക്കാരിന്റെ കാലത്ത് ഉഷ ജോസഫ്. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന മനുഷ്യരോടുള്ള വെല്ലുവിളിയാണിത്. ഡോക്ടർ മാഡം പറഞ്ഞത് കേട്ടില്ലേ? 5-50 വർഷമായാലും ഒരു കുഴപ്പവുമില്ലെന്ന്. തലയിൽ കൈവച്ചിരിക്കാനല്ലാതെ എന്തു ചെയ്യാനാണ്? ഒരു തുള്ളി മൂത്രമൊഴിച്ചാൽ കുനിഞ്ഞിരുന്നു പോകുന്ന വേദനയെന്ന് കേരളത്തോട് കണ്ണീരോട് പറഞ്ഞ ഒരു സ്ത്രീയോടാണ് ഈ വെല്ലുവിളി. സിസ്റ്റത്തെ പറയുകയാണ് ഇപ്പോഴും. ഇക്കാലം അത്രയും തേടിയ റിപ്പോർട്ടുകൾ കുട്ടയിലിട്ട് തലയിൽ വെച്ച് ആരോഗ്യ പ്രവർത്തകരെ പറഞ്ഞു വിട്ടൊന്ന് ചോദിക്കണം നാട്ടുകാരോട്. സിസ്റ്റത്തെ കണ്ടവരുണ്ടോ എന്ന് നീട്ടി വിളിച്ചു ചോദിക്കാൻ പറയണം. തിരഞ്ഞെടുപ്പ് കാലത്ത് ജാഗ്രത വേണമെന്ന ദീർഘവീക്ഷണത്തോടെ ഒരു സർക്കുലർ നാണമാകില്ലേ? അടിത്തട്ട് മുഴുവൻ ഓട്ടയിട്ട് വെച്ചിട്ടാണോ കപ്പലാടി ഉലയുകയില്ലെന്ന് നിയമസഭയിൽ ആരോഗ്യമന്ത്രി മാസടിച്ചതെന്നറിയില്ല. നന്നാവുന്നുണ്ട് ഭരണം. 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ്. ഇതിപ്പം ഈ ഒരു സിംറ്റം വന്നുകൊണ്ട് കണ്ടുപിടിച്ചു. അൾട്രാസൗണ്ട് ചെയ്തിട്ട് വരാൻ പാടില്ല, ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയെ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതാനുള്ള സ്റ്റാഫില്ല? ആ സ്റ്റാഫ് എഴുതണം, എഴുതി കഴിഞ്ഞ് ഡോക്ടറും കൂടെ ചേർന്ന് ചെക്ക് ചെയ്യണം. അതിനുള്ള സിസ്റ്റം നമുക്കില്ല. അത് ഇനി ഇതുകൊണ്ടെങ്കിലും ഗവൺമെന്റിൽ അത് വന്നാൽ നല്ലതാണ്. കഴിയുന്നത്ര നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് അകത്തിടത്തില്ല. ഇതെങ്ങനെ ഈ വലിയ ട്യൂമർ ആയതുകൊണ്ട് എന്തോ 3.5 കിലോ അതുകൊണ്ടാണ് അത് ചെയ്തത്. അല്ലെ കോവിഡ് സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സർജറി ചെയ്യത്തില്ല. ക്യാൻസർ, ഓവറിയിലെ ക്യാൻസർ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ചെയ്തപ്പോൾ ഫൈബ്രോയിഡ് ആയിരുന്നു. പേഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കോവിഡ് കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തത്. ഇപ്പൊ ചെയ്തവർക്ക് അത് വരെയായി. പക്ഷേ ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ലേ, തെറ്റാണ്. പക്ഷെ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം. ഇപ്പൊ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെന്റിന്റെ പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. അല്ലാതെ അറിയാൻ പറ്റത്തില്ല.